ഉണ്ട് ഇവിടെ. ഈ ആഷിഖിന്റെ ആദ്യത്തെ സിനിമയിൽ ഞാനാണ് അഭിനയിച്ചത്. അതൊരു ഡാഡി കൂടെ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് ആഷിഖെതിരെ സിനിമ എടുത്തിട്ടില്ല. എന്താന്ന് ചോദിച്ചപ്പോൾ ഗാങ്സ്റ്റർ വരാൻ വെയിറ്റ് ചെയ്യണം. അങ്ങനെ അവസാനം ഗാങ്സ്റ്റർ വന്നു. സിനിമയെ പറ്റി ഒരുപാട് അവകാശവാദങ്ങളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഈ സിനിമയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഭയങ്കര രസമായത്. ഏതായാലും ഭയങ്കര എനർജി, ഒരുപാട് ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സെറ്റാണ്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ പ്രവർത്തിക്കുകയും ഒരേ നിലവാരത്തിലുള്ളവരും വലിയ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ചിന്തകളും സംസാരവും എല്ലാം ഒരുപോലെയുള്ള ഒരു കൂട്ടം, ഒരേ പ്രായക്കാരായ കുറെ മനുഷ്യരുടെ ചെറുപ്പക്കാരെന്ന് ഞാൻ പറയുന്നില്ല, കൂടുതൽ ഞാനുള്ളതുകൊണ്ട് ഒരേ പ്രായക്കാരായ കുറെ മനുഷ്യരുടെ, ഒരേ പ്രായത്തിൽ ചിന്തിക്കുന്ന കുറെ മനുഷ്യരുടെ കൂട്ടായ്മയാണ് സിനിമ. സിനിമ പലതരത്തിൽ ചിന്തിക്കാം. നമുക്ക് സിനിമ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാം, സന്ദേശങ്ങൾ കൊടുക്കാം, ജനങ്ങളെ ത്രസിപ്പിക്കാം, ചിന്തിപ്പിക്കാം, രസിപ്പിക്കാം, ചിരിപ്പിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമയെ ലക്ഷ്യമാക്കാം. ഈ സിനിമയ്ക്ക് അങ്ങനെ എന്തോ ഒരു ലക്ഷ്യം സിനിമ കണ്ടതിന് ശേഷം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുവരെ അതിനെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നതിന് ഉണ്ടാക്കിയ ആൾക്കാർ സിനിമ എന്നതിനപ്പുറത്തേക്ക് ആ സിനിമ അതിനേക്കാൾ കൂടുതൽ സിനിമയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ ആ സിനിമ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് അതിനു മുമ്പ് ഒന്നും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. സിനിമയെ പറ്റി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ധാരണകളും ഓരോ ചിന്തകളും കൽപ്പിതവും ഇതിൽ. എന്നാലും ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നാടകം വരെയും നമ്മൾ സാധാരണ ടെലിവിഷൻ ഇന്റർവ്യൂ പോകുമ്പോൾ ആ എക്സ്പീരിയൻസ് ഒന്ന് പങ്കിടുമെന്ന് പറയുന്നത് എക്സ്പീരിയൻസ് നല്ല അനുഭവമായിരുന്നു സിനിമ. അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇതിന്റെ സംഘാടകർ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാനോട് പറയും. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ഈ എന്താ പറയാ അതിന്റെ ഈ രസം മുകളിലോട്ട് രസമാതിരി പൊങ്ങുകയും താഴുകയും ചെയ്ത് ഇത്രത്തോളം എത്തി നിൽക്കും. തീർച്ചയായിട്ടും ഇത് അങ്ങോട്ട് സിനിമ കണ്ടതിന് ശേഷവും സിനിമ വന്നതിന് ശേഷവും അത് കണ്ടതിന് ശേഷവും ജനങ്ങൾ കൈമാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരുപാട് കഷ്ടങ്ങൾ ഇത് സഹിച്ചിട്ടുണ്ട്. നഷ്ടം പിന്നീടാണ് എന്ന് പറയുന്നത്. നഷ്ടമെല്ലാം ലാഭമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതൊരു നല്ല വിഷ്വൽ ട്രീറ്റ്, ഒരു വിശ്വസദ്യ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളും നിങ്ങളെ പോലെ ആഗ്രഹിക്കുകയാണ്. വാഗ്ദാനം ചെയ്യുന്നില്ല. നമസ്കാരം. ആഷിഖേട്ടന്റെ പടമാണ്, മമ്മൂക്കയുടെ പടമാണ്. ഓഫ് കോഴ്സ് അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ദി ബിഗ്ഗസ്റ്റ് തിങ് ഫോർ മീ. ഫസ്റ്റ് ഓഫ് ഓൾ മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ പടത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പെട്ടെന്നുള്ള ഗ്രാഫും കൂടി. ഇപ്പൊ ആൾക്കാർ പണ്ടൊക്കെ അടുത്തിരുന്ന് സംസാരിച്ചെന്ന് പറയുമ്പോൾ എന്നെ കാണാൻ എണീറ്റ് തുടങ്ങി. 2 സിനിമയിലൊക്കെ മമ്മൂക്കയുടെ നായികയായിട്ട് അഭിനയിച്ചാണല്ലോ. സോ താങ്ക് യു സോ മച്ച് ഫോർ ആക്സെപ്റ്റിംഗ് മീ ആസ് യുവർ ഹീറോയിൻ ഫോർ ദ സെക്കൻഡ് ടൈം. ആൻഡ് ഓഫ് കോഴ്സ് ആഷിഖ് കപൂറിന്റെ ടീമിൽ വന്നപ്പോഴേക്കും ദ ബിഗ്ഗസ്റ്റ് തിങ് ഫോർ മീ വാസ് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു history on this. So I just wanted to come and watch that and feel the energy, and that's what I have actually felt whilst shooting for Gangster. അപ്പോൾ ഇത് മാധ്യമങ്ങൾക്ക് വേണ്ടി സത്യം പറഞ്ഞ ഒരു പ്രസ് മീറ്റ് ആയിട്ട് തന്നെ കണക്കാക്കാം. മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ചടങ്ങാണത്. ഗാങ്സ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു 2 വർഷങ്ങൾക്കോ അല്ലെങ്കിൽ 2.5 വർഷങ്ങൾക്കോ മുമ്പോ അനൗൺസ് ചെയ്യപ്പെട്ടൊരു പ്രോജക്റ്റാണ്. പക്ഷെ അത് സംഭവിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മമ്മൂക്കയുടെ ബിഗ് ബിക്ക് ശേഷമുള്ള ഒരു ആക്ഷൻ സിനിമ എന്ന നിലയ്ക്ക് ഒരു വലിയ ബാധ്യതയും ഉത്തരവാദിത്വവും ഈ സിനിമയുടെ നിർമ്മാണ ഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ഞങ്ങളുടെ എല്ലാ പബ്ലിസിറ്റി മെറ്റീരിയലുകളും റെഡിയാവുന്നത് വരെ വിവരങ്ങൾ പുറത്തുവിടണ്ട എന്നുള്ളത് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എന്താ പറയുക ഒരു സ്ട്രാറ്റജി കറക്റ്റ് അതായിരുന്നു. അതുകൊണ്ടാണ് മീഡിയാസിലോട്ടൊന്നും നമ്മൾ വിവരങ്ങൾ കൊടുക്കാതിരുന്നത്. ഇന്ന് മുതൽ എല്ലാ സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സും അതിന്റെ മേക്കിംഗ് വീഡിയോസും എല്ലാ മീഡിയാസിനും കൊടുക്കും. പിന്നെ ഈ സിനിമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദൗത്യം തന്നെയായിരുന്നു.